ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജിംഗ്ലു. അപ്പോൾ ഞാൻ ഇന്നുള്ളത് ബാംഗ്ലൂരിലെ ഒരു റൂമിലാണ്. ഇത് നമ്മുടെ റൂമിൻ്റെ കാർഡാണ്. കാർഡ് ഇവിടെയാണ് വെക്കേണ്ടത്. നമുക്ക് റൂമിൻ്റെ ലൈറ്റ്സ് ഒക്കെ കത്തിക്കാം. അപ്പോൾ ഇതാണ് ബെഡ്റൂമിൻ്റെ ഒരു ലൈറ്റ് ഉണ്ട്, അവിടത്തേക്ക് ലൈറ്റ് കത്തും. പിന്നെ ഇതാണ് നമ്മുടെ റൂം മുഴുവനും ലൈറ്റ് കത്താനുള്ളത്. പിന്നെ കണ്ടില്ലേ, അപ്പോൾ ഇത് അവർ കാർഡ് തന്നുള്ളൊരു സാധനമാണ്. ഇവിടെ AC ഉണ്ട് കേട്ടോ ഗയ്സ്. ACയുടെ ഉണ്ട്. ACയുടെ മെക്കാനിസം ഇതാണ്. AC നമുക്ക് കൂട്ടും കുറയ്ക്കാനൊക്കെ ചെയ്യാൻ പറ്റും. ഞങ്ങളിപ്പോ AC ഓൺ ആക്കിയിട്ടുണ്ട്. AC ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾക്ക് അധികം ഉണ്ടായിരുന്നില്ല, ഈ 20 സ്വിച്ച്. യെസ് ഗൈസ്, അപ്പോൾ ഇത് ഞങ്ങൾക്ക് പറയുകയാണെങ്കിൽ റൂം മുഴുവൻ ഇരുട്ടാവും. ഇത് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നല്ലോ, ഇപ്പോൾ എന്താവാതെ എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങളത് ചോദിച്ചു. പിന്നെ ബുക്കിൽ കുറച്ച് പേജസ് ഉള്ള ഒരു ബുക്ക് തന്നു. പിന്നെ ഉള്ളത് ഒരു പെൻസിൽ തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ മെട്രോയിലാണ് ഇങ്ങോട്ടും വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെട്രോ കാർഡ്, പിന്നെ ഇവിടെ കോളിങ്ങിനുള്ള ഫോൺ തന്നിട്ടുണ്ട്. TV റിമോട്ട്സ്, അവിടെ TV ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ഹെയർ ബാൻഡ് ഉണ്ട്. ഇനി നമുക്ക് ബാത്റൂമിൻ്റെ ഹെയർ ബാൻഡ് ഉണ്ട് കേട്ടോ ഗയ്സ്. ഹെയർ ബാൻഡ് എൻ്റെ ചേച്ചിയുടെ ആണ്. നമുക്ക് ഇനി ബാത്റൂമിൻ്റെ സെക്ഷനിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് ബാത്റൂം. ബാത്റൂമിൻ്റെ ലൈറ്റ് ഇതുപോലത്തെ തന്നെ കേട്ടോ, ഒരു ഹൈ സ്വിച്ച് ആണ്. ഇത് ബാത്റൂമിൻ്റെ സെല്ലിങ് ലൈറ്റ് ആണ്. ഇങ്ങനെയാണ് കാണുള്ളൂ. ഇത് നമ്മൾ ഷവറിൻ്റെ ഭാഗത്തും കൂടെ ഓണായിട്ട് നമ്മുടെ ഇത് കാണും മുഴുവൻ. പിന്നെ ഇതിന്റെ ഉള്ളില് 2-3 സ്വിച്ച് ഉണ്ട്. അത് ഓണാക്കി കഴിഞ്ഞാൽ നമ്മളെല്ലാം അതും കാണും കേട്ടോ. ഇതാ ഗയ്സ് നോക്കൂ, ഇതെൻ്റെ ചേച്ചിയാണ് ഗൈസ്. പിന്നെ ഇത് നമ്മുടെ ഹെയർ ഡ്രയർ ആണ്. അങ്ങനെ ചെയ്യണ്ടോ? അതാണ് സാധനം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്. പിന്നെ ഉള്ളത് ഒരു മിറർ തന്നിട്ടുണ്ട് കേട്ടോ. അവർ ഇതുപോലെ ഇങ്ങനെ ആക്കി ഇതൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പറ്റൂട്ടോ. ഇങ്ങോട്ട് കാട്ടി ഗൈസ്, ഇതുപോലെ മിറർ ആക്കിയിട്ട് എന്നെ കണ്ടില്ലേ ഗയ്സ്, എന്നിട്ട് വലുതായിട്ട് കാണാൻ കണ്ട. അപ്പോൾ ഇതാണ്. പിന്നെ ഇവിടുത്തെ ഈ ലൈറ്റ് ആംബിയൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളിയാണ്. ഇനി നമുക്ക് ബാത്റൂമിൽ ഇതാ ഇവിടെ കൈ കഴുകാൻ വേണ്ടിയിട്ടൊരു ഇത് ഹാൻഡ് വാഷ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പൈപ്പ് ജിങ്കൾ ആദ്യം ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ വെള്ളം വേണ്ടില്ല. പിന്നീടാണ് മനസ്സിലായി ഇതിന്റെ മെക്കാനിസം ഇങ്ങനെ പൊക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ പെട്ടുപോയ ഒരു ഇത് തന്നിട്ടുണ്ട്, ഒരു കോളിംഗ് ഉണ്ട്. അതിന്റെ മെക്കാനിസം എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഒരു ജാർ, കാൻഡിൽ പോലത്തെ ഒരു ജാർ തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പല്ല് തേക്കാനുള്ള ഡെന്റൽ കിറ്റ് തന്നിട്ടുണ്ട്. ഷവർ ക്യാപ്പ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഷവറിന്റെ ഭാഗത്തേക്ക് പോവാം. ഇതാണ് ജക്കൂസ് എന്ന് പറയും. ഇത് ജക്കൂസ് എന്ന് പറയും. ഇത് ആണ് ഷവർ അല്ല ഷാമ്പു. ഇത് ഷവർ ജെല്ലാണ് ഗൈസ്. ഷവറുണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ നല്ല ചൂട് വെള്ളം കിട്ടും. ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങനെ കിട്ടും. ഞാനിപ്പോ ആക്കണമെന്നില്ല, എന്താ വെച്ചാൽ എനിക്കിത് നനയാൻ താല്പര്യമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ബാത്റൂമിന്റെ ഉള്ളിലത്തെ കേട്ടോ. ഇനി നമുക്ക് 1 മിനിറ്റ് അത് പോസ് ചെയ്യും. പിന്നെ ഇതാ ഇവിടെ ഒരു വലിയൊരു മിറർ ഉണ്ട്, നമുക്ക് മേക്കപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. ഇത്ര വലിയൊരു മിറർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു കബോർഡ് ഉണ്ട് കേട്ടോ. കബോർഡ് എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് കബോർഡ്. അതിൽ ഇതുപോലത്തെ ഒരു കുഞ്ഞിയ താക്കോലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് റൂം പൂട്ടിയിടാം. ഇതിന് ശേഷം നമുക്ക് ഈ ഒരു ഇതും കൂടി ഇല്ലേ, ഒരു ഇത് നമുക്ക് അങ്ങനെ പൂട്ടിയിടാൻ പറ്റുന്ന 2 തന്നിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ അലമാര എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ TV ഉണ്ട്. പിന്നെ ആ ടിവിയുടെ റിമോട്ട് ഞാൻ കാണിച്ചു തന്നു കേട്ടോ. ഇത് എന്ന് പറയുന്നത് ഒരു സ്മാൾ ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജ് ഫ്രീസറൊക്കെ ആയിട്ട് വരും. ഇതാണ് ഫ്രിഡ്ജ്, നമുക്ക് ഓൺ ചെയ്യാൻ. ഇവിടെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട്. പിന്നെ ഉള്ളത് മിൽക്ക് പൗഡർ ഒരു 4. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ്, അത് ഞാനാണ്. ഇത് പെട്ടി, മെട്രോ കാർഡ്, ഇതൊക്കെ ഇവിടുത്തെ ഇതാണ്. ഇവർ തന്നിട്ടുണ്ട് ഈ ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ. കോഫി പൗഡേഴ്സ്, കുറെ ഫ്ലേവേഴ്സ്. പിന്നെ ഒരു കെറ്റിൽ തന്നിട്ടുണ്ട്. മൊസ്കിറ്റോയുടെ ഒരു ഇത് തന്നിട്ടുണ്ട്. മിൽക്ക് പൗഡർ, ഷുഗർ പൗഡർ, 2 കപ്പ് ഗ്ലാസും, പിന്നെ ഇതിലിങ്ങനെ കുറച്ച് എഴുതി തന്നിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻസും. പിന്നെ ഇവിടെ 2 ബോട്ടിൽസ് തന്നിട്ടുണ്ട്. ഇനി ഇവിടേക്ക് പോവാണെങ്കിൽ ഇവിടെ വേറൊരു ടേബിളും കൂടി ഉണ്ട് കേട്ടോ. അവിടെ ഒരു ടേബിൾ ഉണ്ട്, ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. 2 പിന്നെ നല്ലൊരു ആസ്തെറ്റിക് ഫോട്ടോ ഫ്രെയിം ഉണ്ട്. അതുണ്ട് കേട്ടോ. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ഉള്ളത് ക്ലോക്ക് ഉണ്ട്, ഒരു വേൾഡ് ക്ലോക്ക് കേട്ടോ. വേൾഡ് ക്ലോക്ക് ആണ് അവർ തന്നിരിക്കുന്നത്. അതിന്റെ സ്വിച്ചും മെക്കാനിസം ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് നെക്സ്റ്റ് ഒരു എന്ന് പറയുന്നത് കബോർഡ്. ഇത് നമുക്ക് ഈ സാധനം ഇങ്ങനെ പിടിച്ച് വലിക്കാൻ പറ്റില്ല. ഇത് ഇങ്ങനെ പിടിച്ചു മുറിക്കാൻ പിടിച്ച് വലിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ.
പിന്നെ ഇതാ ഇവിടെ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിട്ട് സ്കാൻ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് അവരെ വിളിച്ചതിന് ശേഷം നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. പിന്നെ നമ്മുടെ മാസ്റ്റർ ബാഗ് നല്ലൊരു ബെഡ് ഒന്ന് ചാടി കാട്ടി കൊടുക്കൂ.